ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ക്വില്ലിംഗ് നെയിം ആർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ നമ്മുടെ നെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്വില്ലിംഗ് നെയിം ആർട്ടിൻ്റെ ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഐറ്റംസ് നമ്മുടെ ക്വില്ലിംഗ് സ്ട്രിപ്സ് ആണ്. ഞാൻ ഇവിടെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തതാണ് കേട്ടോ. ക്വില്ലിംഗ് സ്ട്രിപ്പ് 5 മില്ലിമീറ്ററിൽ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തതാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു ഗമ്മ് വേണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു 60 റുപ്പീസിൻ്റെയൊക്കെ വരുന്നൊരു ഗമ്മാണ്. അതാണ് നല്ലത്. നമ്മൾ 10 രൂപയുടെയൊക്കെ ഗം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടില്ല, അതിൽ വാട്ടർ കൺസിസ്റ്റൻസി കാണും. ഇനി നമ്മുടെ നീഡിലും പ്ലക്കറും, ഇതിന് പ്ലക്കർ എന്ന് തന്നെയാണ് പറയുക, പ്ലക്കർ എന്നാണ് പറയുക. ഇനി ഒരു സ്ട്രിപ്പ് എടുക്കുക. ആ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് കുറച്ച് നീളം വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ വലിയ പീസ് നമ്മുടെ നീഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് റോളാക്കി എടുക്കണം. ടൈറ്റാക്കി റോൾ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അറ്റം ഒട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഇതേപോലെ ഊരിയെടുത്തിട്ട് നല്ല രീതിക്ക് ലൂസാക്കി കൊടുക്കുക. ഇനി അത് നമ്മുടെ നെയിമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ പെൻസിൽ എടുത്തിട്ട് ആ ഒരു പെൻസിലിൽ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ കുഞ്ഞ് പീസസ് ഇതേപോലെ വെച്ച് റോൾ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അത് അതിൽ നിന്ന് ഊരിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ അതെല്ലാം ചെയ്തെടുക്കുക. ഇനി ആ ഒരു സ്ട്രിപ്പിൻ്റെ കളർ ഏതാണ്, ആ ഒരു കളറ് എടുത്ത പെയിൻറ്റോ സ്കെച്ചും പെയിൻറ്റോ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനത്തെ കളേഴ്സ് എടുത്ത് ഇതിൽ അടിച്ചു കൊടുക്കുക. നമ്മൾ ഈ കളറ് ചെയ്താൽ നമ്മുടെ ചെയ്തേക്കുന്ന ആ ഒരു നെയിം എടുത്ത് കാണിക്കും. അതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു വൈറ്റ് സ്ട്രിപ്പ് എടുക്കുക. ആ ഒരു വൈറ്റ് സ്ട്രിപ്പ് എടുത്തിട്ട് ഒരു പെൻസിൽ, ഒരു പേനയുടെയൊക്കെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് അതിൻ്റെ അറ്റത്ത് കുറച്ച് ഗമ്മാക്കി ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മേലിൽ നിന്ന് ഊരിയെടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇതളിൻ്റെ ഷേപ്പ് കിട്ടും. ഇതേപോലെ നമ്മൾ ആ ഒരു വൈറ്റ് സ്ട്രിപ്പ് എല്ലാം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു യെല്ലോ സ്ട്രിപ്പ് എടുക്കുക. ഒരു യെല്ലോ സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം വെച്ച് കട്ട് ചെയ്തെടുത്ത് ആ ഒരു സ്ട്രിപ്പിൽ ഒരു ഭാഗം എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ നീഡിലിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. ടൈറ്റാക്കി റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ഗമ്മിൽ ഡിപ്പ് ചെയ്തിട്ട് അത് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു പെൻസിലൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തെടുത്ത ആ ഒരു ഇതേൾസ് ഉണ്ടല്ലോ, വൈറ്റ് ക്വില്ലിംഗ് സ്ട്രിപ്പ് വെച്ച് ചെയ്തത്, അത് നമ്മുടെ ഗമ്മിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു യെല്ലോ സ്ട്രിപ്പ് വെച്ച് ചെയ്ത ആ ഒരു റോളിൻ്റെ അടുത്ത് വെച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു 4-5-6 എണ്ണം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഞാനിവിടെ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രീൻ സ്ട്രിപ്പ് എടുക്കണം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ
കുറച്ച് ഭാഗം കട്ട് ചെയ്ത് 2 പീസാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ നമ്മുടെ ഗമ്മിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഗമ്മിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഇടയിൽ ഇതേപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇതേപോലെ ആ 2 പീസും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ജോയിനായിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഗൈസ്. ഇതേപോലെ ഞാൻ തോനെയും ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ കളറ് പൂശണം. അതിന് അടുത്ത പരിപാടി. ഗായ്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.